ബേബി ഗേൾ ബേബി ഗേൾ വാട്ട്സ്ആപ്പ് ബേബി ഗേൾ മോനെ ബേബി ഗേൾ കണ്ട് ഇപ്പം ഞാൻ ഫുള്ള് ഒറ്റക്കായിട്ട് സിനിമ കാണാൻ പോകല്. അതായത് ഒറ്റയ്ക്ക് കാണുമ്പോൾ വേറെ തന്നെ മൂടാ. മറ്റേത് എന്താ പറയുക, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്ത് നമ്മൾ വർത്താനം പറയുകയാണെന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സീനെ കട്ടായി പോയി. ഇത് നമ്മളിങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ, ഡിസ്ക്ലൈമർ ഒന്നുകൂടെ കൊടുക്കാം. ഞാനിപ്പോൾ റിവ്യൂ ഇടാൻ തുടങ്ങിയിട്ട് 3-4 റിവ്യൂ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. എനിക്കങ്ങനെ ഭയങ്കര പണ്ഡിതന്മാർ പറയണ പോലെ റിവ്യൂ പറയാനൊന്നും അറിയില്ല. ഞാൻ കണ്ട് എനിക്ക് ഫീൽ ചെയ്ത സംഗതിയാണ് പറയുന്നത്. ചിലപ്പോൾ തെറ്റുണ്ടാവാം, അതിൽ ശരിയായിരിക്കാം. ഡിസ്ക്ലൈമർ. ഓക്കെ, ബേബി ഗേൾ, നിവിൻ പോളിന്റെ ബേബി ഗേൾ മോനെ ഒന്നും പറയാനില്ല. നല്ലൊരു പടം. അല്ലെങ്കിലും ഈ പടം, അതായത് അല്ലെങ്കിൽ നല്ല പടത്തിനൊന്നും ആളുകൾ ഉണ്ടാവില്ല. ടു ബി ഹോണസ്റ്റ്, തിയേറ്ററിൽ വെറും ഏകദേശം ഒരു 100 സീറ്റ് ഉണ്ടെങ്കിൽ ഒരു 25 ആളുണ്ടാവും, 25-30 ആളുണ്ടാവും. ബാക്കി ഒന്നും തിയേറ്റർ ഫില്ലല്ല. എന്താണ് നല്ല പടം എന്ന് എൻ്റെ അമ്മ പണ്ടൊക്കെ പറയും, നല്ല നായ്ക്ക് പറ്റൂല എന്നറിയും. അതേമാതിരി നല്ല പടത്തിനൊന്നും ആളുകളില്ല. തൊട്ടപ്പുറത്തെ വിജയിന്റെ പടമൊക്കെ ഫുൾ കംപ്ലീറ്റ്ലി, അതായത് ഹൗസ്ഫുൾ. വിജയിന്റെ അല്ല അവിടെ പടം ഓടുന്നത്, അതോ വിജയിന്റെ ഓടാൻ നിൽക്കുക. അവിടെ ഒരു ഇത് കണ്ടു, തമിഴ് പടം തോന്നുന്നു, ഏതാക്കറിയില്ല. അതായത് വിജയന് മോശം എന്നല്ല, അതായത് ഈ പടത്തിനൊന്നും ആളില്ല. എന്തുകൊണ്ട് മോനെ നല്ലൊരു പടം. ഇതൊക്കെ ഇനി എന്താ ഉണ്ടാവുമോ, OTT ഇറങ്ങിയിട്ട് ആൾക്കാർ ഓ സൂപ്പർ, വാവ് അങ്ങനെ പറയും. അത് നിങ്ങൾ ഇപ്പം തന്നെ തിയേറ്ററിൽ പോയി കാണാം. അതായത് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. ക്രൈം ത്രില്ലർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇൻവെസ്റ്റിഗേഷൻ, പക്കാ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി. ഞാൻ കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞിരുന്നത് എനിക്ക് അധികവും ഇഷ്ടം ഒരു ഫാമിലി ഓറിയൻറ്റഡ്, അതേപോലെ എന്താ പറയുക, ഒരു കോമഡി സാധനം. അതേപോലത്തെ ഞാൻ പറയാൻ വിട്ടൊരു സംഗതിയാണ്, എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേ കുറേ പടങ്ങളുണ്ട് മലയാളത്തിൽ. പിന്നെ മറ്റേ ഈ കണ്ണൂർ സ്ക്വാഡ് പറഞ്ഞ മാതിരി, പിന്നെ വേറൊന്നും കൂടി അല്ല, കുഞ്ചാക്ക ബോബൻ്റെ ഇതിനാ പടം, വായിൽ കിട്ടണില്ല, ഓർമ്മയില്ല. കുറേ പടങ്ങളുണ്ടല്ലോ ഇൻവെസ്റ്റിഗേഷൻ. അതേപോലത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു കുഞ്ഞ് മിസ്സാവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി, അങ്ങനെ ഒരു കുഞ്ഞ്, അത് അതിൻ്റെ മൂവിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ബേബി ഗേൾ, ഒരു പെൺകുഞ്ഞ് മിസ്സാവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തുടർ കഥകളാണ് സിനിമയിൽ പറയുന്നത്. ഇതിൽ എനിക്ക് ആകെ ഒരു പോരായ്മയായിട്ട്, എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിന്റെ കാസ്റ്റ്, അതായത് ആളുകളെ ആപ്റ്റ് ചെയ്തത് എടുത്തു വെച്ചൊക്കെ ഒന്ന് മാറ്റായിരുന്നു. അതായത് നിവിൻ പോളി എന്നല്ല, നിവിൻ പോളി പക്കായിട്ട് ആസ് യൂഷ്വൽ മൂപ്പര് ജോലി ചെയ്തിരിക്കുന്നത്, അടിപൊളി ചെയ്തിരിക്കുന്നത്. വേറെ ചില അതിലൊരു എന്താ പറയാ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു അമ്മ ഒരു മോള് ഹസ്ബൻഡ്, ഒരു വൈഫ് ഹസ്ബൻഡ് എന്നുള്ള ക്യാരക്ടർ ഉണ്ടായില്ല. എനിക്ക് അവരുടെ പേരൊന്നും ഞാൻ നോക്കിയില്ല. അവരൊക്കെ പുതുമുഖങ്ങളാണ്. പക്ഷെ അതൊന്നും നമുക്കൊരു ഒരു അഭിനയം എനിക്ക് വലിയൊരു സിങ്കായി തോന്നിയില്ല. കുറേ കാസ്റ്റുകൾ മാറ്റി പൊളിക്കാം എന്ന് തോന്നി. അതായത് കുറേ നല്ല ആളുകളെ അതിക്ക് ആപ്റ്റ് ആവാം എന്ന് തോന്നി. നല്ല കുറേ പുതുമുഖങ്ങൾ വന്നിരിക്കണം നല്ല തന്നെ. പക്ഷെ ഇതിൽ കുറച്ചുകൂടിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കാമായിരുന്നു എന്ന് എനിക്കൊരു സജഷൻ ഫീൽ ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്നൊരു രസമായേനെ. എന്നാൽ രസത്തിനൊരു കുറവുമില്ല. ഒരു 8.5 അല്ലെങ്കിൽ ഒരു 9 തന്നെ കൊടുക്കാം നമുക്ക്. കാരണം കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട് പടത്തിൽ. നമ്മൾ വിചാരിക്കും എന്നാ അങ്ങനെ ഇക്കാരം അല്ലെങ്കിൽ ഇങ്ങനെ ഇക്കാരം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല നടക്കുന്നത്. ഒരു നല്ല രസമുള്ളൊരു പടം. ഓക്കെ, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടാൽ ഒരു പൈസ മുതലാവുന്ന ഒരു പടം. അല്ലാതെ ലാഗേ ഇല്ല കേട്ടോ, ഉള്ളു പറയാലോ. ഫസ്റ്റ് ഹാഫ് ലാഗേ ഇല്ല. സെക്കൻഡ് ഹാഫ് ഒരു കുഞ്ഞ് അവിടെ കുറച്ച് അവിടെ ഇവിടെ ഇത്തിരി ലാഗുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, അല്ലാത്ത മൊത്തം ലാഗേയില്ല. പടം ഭയങ്കര എൻഗേജിങ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് ടു ബി ഹോണസ്റ്റ്, ഞാൻ സെക്കൻഡ് ഷോക്കാണ് അധികം പോവല്. അങ്ങനെ മൂവി കഴിഞ്ഞ അപ്പത്തിന് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ കാറിൽ നിന്ന് റിവ്യൂ ഇടുന്നത്. അതായത് ഞാൻ ചില പടത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞ കോട്ടുവായി ഇടും, 1-2 ഇതിൽ ഞാൻ ഒറ്റൊരു കോട്ടുവായി പോലും ഇട്ടിട്ടില്ല. അപ്പം അത്രയും ഞാൻ എൻഗേജിങ് ആയിട്ട് ഞാൻ ഇരുന്നിക്കുന്നത്. ബാക്കിയുള്ളൊരവസ്ഥ എനിക്കറിയില്ല. നല്ലൊരു പടം. അതായത് തിയേറ്ററിൽ ഇനിയും ആളുകൾ വരണം ഇങ്ങനത്തെ ഒരു നല്ല പടത്തിന്. ഇതെന്താണ് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ പടം ഇഷ്ടമാവാത്തത്? ഇതെന്തായാലും ഒരു ഫ്ലോപ്പിലേക്കേ പോകുന്ന എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ആളുകളില്ല. എനിക്ക് അറിയില്ല. അതായത് ഇനിയിപ്പോൾ നമ്മളെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ പോട്ടെ, നല്ല മൂവികൾ ഇറങ്ങുന്നുണ്ട്, നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ലൈൻ നല്ലതുണ്ട്. സ്റ്റോറി നല്ലതുണ്ട്, എടുത്തു വെച്ച രീതി അടിപൊളിയാണ്. പിന്നെ പാട്ടൊന്നും ഇല്ലല്ലോ ഇതിൽ. പാട്ടില്ലല്ലേ ഈ പടത്തിൽ? ഇല്ലല്ലോ. ഇല്ല, ഈ പടത്തിൽ പാട്ടില്ലാത്ത പടം. പാട്ടില്ല. പിന്നെ അതേപോലെ ഒരു ലവ് സ്റ്റോറി എന്നുള്ള ട്രാക്കൊന്നും ഈ പടത്തിലില്ല. പിന്നെന്താ പറയുക, പിന്നെന്താ അങ്ങനെ പക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങൾക്ക് ഇങ്ങനെ യെസ് അടുത്ത് വാട്ട് നെക്സ്റ്റ് അങ്ങനെയൊക്കെ തോന്നും. അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി കാണാം. പക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനം. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത്.
പിന്നെന്താ പറയാ, നല്ല നല്ല ആകെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൽ കാസ്റ്റ് ചെയ്ത ആളുകളെ ഒന്ന് മാറ്റിയിട്ട് വേറെ റീപ്ലേസ് ചെയ്യാമായിരുന്നു. കുറെ ആളുകളൊന്നും അഭിനയം എനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്താ പോലൊക്കെ ഇതിലേറെ എത്രയോ ഫാർ ബെറ്റർ ആയിട്ട് അഭിനയിക്കുന്ന ആളുകളുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവരെ വെക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്ത ബേബി ഗേൾ എന്ന് പറഞ്ഞ നിവിൻ പോളിൻ്റെ മൂവിയുടെ എൻ്റെ റിവ്യൂ. ഓക്കെ, പിന്നെന്താ പറയുക, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ഇത് എനിക്ക് മെയിനായിട്ട് കാര്യങ്ങൾ തന്നെ പറയുള്ളൂ. നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പോയി കാണുക. അല്ലാതെ ഇതൊന്ന് OTT കാണേണ്ട പടങ്ങളല്ല. ഇതൊക്കെ ഒരു ഇങ്ങനെ യെസ് 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 വാട്ട് നെക്സ്റ്റ് അങ്ങനെ തോന്നണം തിയേറ്ററിൽ. അപ്പോഴേ ആ ഒരു രസമുള്ളൂ. നല്ല പടങ്ങൾ സ്വീകരിക്കുക, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെന്താണ്, ഓക്കെ, ഞാൻ ഡിസ്ക്ലെയിമറിൽ പറഞ്ഞ പോലെ ഈ റിവ്യൂ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടാവാം, ശരികൾ ഉണ്ടാവാം. എനിക്ക് ഞാൻ ഫീൽ ചെയ്ത് ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ മൂവി റിവ്യൂ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബേബി ഗേളിനെ കുറിച്ച് നല്ലൊരു പടം, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇനി അടുത്തൊരു പടം, അടുത്തൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.